ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ 34-ാം ദിവസമായ ഇന്ന് അല്പസമയം ചിന്തിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം കുരിശ് സഭയുടെ അടയാള ബിന്ദുവാണ്. ഇന്ത്യയിലെ പുരാതന ക്രൈസ്തവർ പലതരത്തിലുള്ള കുരിശ് ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം കുരിശിനെ ലക്ഷ്യമാക്കിയുള്ളതാണ്. കുരിശിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് 3 രീതിയിൽ ചിന്തിക്കാം. ഒന്നാമതായി ചിന്തിക്കുന്നത് കുരിശ് സ്നേഹത്തിൻ്റെ പരിശീലനമാണ്. കുരിശ് സ്നേഹത്തിൻ്റെ പാഠശാലയാണ്. ജീവിതത്തിൽ കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ കുരിശിലേക്ക് നോക്കിയാൽ ഉത്തരം കിട്ടും. യേശു കുരിശിൽ ഒറ്റയ്ക്കായിരുന്നു. രണ്ടാമതായി ചിന്തിക്കുന്നത് കുരിശ് പുതിയ അർത്ഥം പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് പുതിയ അർത്ഥം പഠിപ്പിക്കുന്നു. കർത്താവിനോട് ക്രൂശിൽ കിടക്കാൻ കിട്ടുന്ന അവസരം ഭാഗ്യമുള്ളതാണ്. യേശുവിനെ സ്നേഹിക്കുന്നവർക്കാണ് ക്രൂശ്. 3. ക്രൂശ് രക്ഷയെ പഠിപ്പിക്കുന്നു. മനുഷ്യരാശിക്ക് രക്ഷയുടെ വാതിലായി ക്രൂശ് മാറുന്നു. ശാപമായിരുന്ന ക്രൂശ് അനുഗ്രഹമായി മാറുന്നു. ദൈവസ്നേഹത്തിൻ്റെ പ്രതീകവും വീണ്ടെടുപ്പിൻ്റെ മുദ്രയുമായി തീരുന്നു. ക്രൂശ് സ്വർഗത്തിലേക്കുള്ള കോവണിയായി. ക്രൂശ് രക്ഷയുടെ അടയാളമായി മാറിയത് യേശുവിൻ്റെ ക്രൂശ് മരണത്തോടെയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ കുരിശ് രക്ഷയുടെ അടയാളമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.